നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പൂർത്തീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഓൺലൈനായിട്ട് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. ഏകദേശം നമ്മുടെ സിലബസിലെ ഏറെക്കുറെ ഭാഗങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പുതിയ സംവിധാന പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് എല്ലാ വീഡിയോകളും കണ്ട ആളുകൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സിലബസിലെ ഏകദേശം 4ഓളം ചാപ്റ്ററുകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പിന്നിട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത്. അതിനുശേഷം പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ തിയറി ഭാഗങ്ങളും അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം തേർഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നും റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിലൊന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള ചേഞ്ച് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നും എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്ത് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു. ഏകദേശം 5ഓളം വ്യത്യസ്തങ്ങളായ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന ഒരു കടമ്പയും നമ്മൾ കടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ കടന്നു വരുന്നത്. ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഇപ്പോഴത്തെ പുതിയ സാഹചര്യപ്രകാരം നമ്മൾ പുത്തൻ രീതിയായ ഓൺലൈൻ ടെസ്റ്റ് പ്രകാരമാണ്, ഓൺലൈൻ രീതിയിലാണ് നമ്മൾ പരീക്ഷ കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ മാർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ക്വസ്റ്റ്യനുകളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് ടൈം എക്സാമിനേഷന് ശേഷമാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇതിൽ വളരെ വിശദമായിട്ട് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വിവിധ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട എക്സസൈസ് നമ്മളൊരു ദിവസം 1-2 വീഡിയോകൾ ഉപയോഗിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അതിനു ശേഷമാണ് ഏറ്റവും അവസാന ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ പരീക്ഷയിലേക്ക് കടന്നത്. കുറേ ആളുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പരീക്ഷയുടെ ആൻസറുകൾ ചെയ്യുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കൂടി ഈ സമയം ഞാൻ ചെലവഴിക്കുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിലബസിൽ ഏകദേശം പാർട്ട് എയിൽ 2 ചാപ്റ്ററുകൾ മാത്രമാണുള്ളത്. 5ാമത്തെ ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ എന്നതും അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പാഠഭാഗവുമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. നമ്മൾ റിട്ടയർമെൻറ്റ് എന്താണ്, ഡെത്ത് എന്താണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ റിട്ടയർമെൻറ്റിനെ കുറിച്ചും പഠിക്കണം, ഡെത്തിനെ കുറിച്ചും പഠിക്കണം. ഒരു പാർട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചും നമ്മൾ വിശദമായി പഠിക്കണം. ഒരു പാർട്ണർക്ക് ഡെത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ പഠിക്കണം. അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പൂർത്തീകരിച്ചാൽ നമ്മൾ ഡെത്തിനെ സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്കറിയാം, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അതിലധികം ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ബിസിനസ്സാണെന്ന് നമ്മൾ തുടക്കത്തിലേ പഠിച്ചിട്ടുണ്ട്. ഇതിൽ മനുഷ്യരാണല്ലോ ബിസിനസ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർക്കോ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ണർക്കോ ചിലപ്പോൾ ബിസിനസ്സിൽ നിന്നും വിരമിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം സന്ദർഭങ്ങളെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കുന്നത്.
അതേപോലെ തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടോ ഏതെങ്കിലും പാർട്ട്ണർക്ക് ചിലപ്പോൾ മരണം സംഭവിക്കാം. അതിനെയാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് പാർട്ട്ണർക്ക് റിട്ടയർമെൻറ്റ് നടന്നാലും ഡെത്ത് സംഭവിച്ചാലും നമ്മളെ സംബന്ധിച്ച് വിഷയമായി വരുന്നത് നമ്മൾ കണക്ക് എഴുതുകയാണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ കണക്ക് എഴുതുന്ന ആളെന്ന നിലക്ക് റിട്ടയർമെൻറ്റ് നടന്നാലും ഡെത്ത് സംഭവിച്ചാലും നമ്മളെ കണക്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലാദ്യം റിട്ടയർമെൻ്റ് ആണ്. എന്താണ് റിട്ടയർമെൻറ്റ്? റിട്ടയർമെൻറ്റ് ചെയ്താൽ നടന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, എയും ബിയും സിയും കൂടി നടത്തുന്ന ബിസിനസ്സിലാണ്. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ലാഭം ഇവർക്ക് വർഷാവർഷങ്ങളിൽ ലഭിക്കുന്നുമുണ്ട്. അത്തരം ഒരു ബിസിനസ്സിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകും എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ സംഭവിക്കുമോ? പാർട്ട്ണർ റിട്ടയർ ചെയ്യും. നല്ല രീതിയിൽ ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് വെറുതെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവില്ല. അങ്ങനെ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ പറയും ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നുള്ളത്, അല്ലേ? അപ്പോൾ എപ്പോഴാണ് റിട്ടയർ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, ഓൾഡ് ഏജ് ആണ്. എന്താണ് ഓൾഡ് ഏജ്? ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ, ഏജ് എന്ന് പറഞ്ഞാൽ പ്രായം. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുക, അല്ലെങ്കിൽ പ്രായാധിക്യം, വയസ്സാവുക, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഡെയിലി കാര്യങ്ങളിൽ വന്ന് നോക്കി പങ്കെടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രായം ഇദ്ദേഹത്തെ അനുവദിക്കാതിരിക്കുന്ന സന്ദർഭത്തെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് വിളിക്കുന്നത്, പ്രായാധിക്യം. മറ്റൊന്ന് ഇൽനെസ്, അസുഖങ്ങൾ, പെർമനൻ്റായിട്ട് ഫിസിക്കൽ ഇൻകപ്പാസിറ്റി, എന്തെങ്കിലും ശാരീരികമായ അവശതകൾ, എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാവുക, ആക്സിഡൻറ്റുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ സംഭവിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് ഇൽനെസ് എന്ന് വിളിക്കും നമ്മൾ. അനാരോഗ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ. ഓർ ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്. എന്താണ് ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്? ഇപ്പോൾ എയും ബിയും സിയും കൂടെ ഒരു സ്റ്റേഷനറി കടയാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. നല്ല അത്യാവശ്യം പരമാവധി പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിൽ വൻ ലാഭം തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ സിയെ സംബന്ധിച്ച് സിക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തോന്നാണ് ഈ പലചരക്ക് ബിസിനസ്സിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം പുതിയ ഒരു സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തോന്നൽ സിക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്, താല്പര്യം ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം. സ്റ്റേഷനറി ബിസിനസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യം സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് ഇദ്ദേഹം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് നിലവിലുള്ള സ്റ്റേഷനറി ബിസിനസ്സിലും പാർട്ണറായി നിലനിന്നുകൊണ്ട് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് തോന്നാണ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ മോണിറ്ററിങ്ങും മറ്റുമായിട്ട് സമയം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷനറി കടയിൽ നിൽക്കുന്നത് ഉചിതമല്ല, രണ്ടിനും കൂടി നോക്കാൻ സമയമുണ്ടാവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സ്റ്റേഷനറി കടയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവാം, ഒഴിഞ്ഞു പോവാം. വേണ്ട എങ്കിലോ അദ്ദേഹത്തിന് അവിടെ തുടരും ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റു പാർട്ട്ണർമാർ ഡെയിലി കാര്യങ്ങൾ വന്ന് നോക്കാൻ പ്രയാസമുണ്ട് എന്ന് അറിയിച്ചിട്ടും കുഴപ്പമില്ല, എയും ബിയും നോക്കാമെന്ന് സമ്മതിച്ചാൽ സിക്ക് സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടും. എന്നാലും സൗകര്യമുള്ള സമയത്ത് വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ മതി. അതിന് മറ്റു പാർട്ട്ണർമാർ സമ്മതിക്കണമെന്ന് മാത്രം. പക്ഷേ അത്തരം ഒരു പ്രയാസത്തിലേക്കൊന്നും പോവാതെ സിക്ക് തന്നെ തോന്നുവാണ് അത് എനെയും ബിനെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, എക്കും ബിക്കും കൂടി ഇനി ഇവിടെ നിന്ന് ഈ ബിസിനസ് നടത്തട്ടെ, ഞാൻ സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുവാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു എന്ന് സി സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തെ നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി സാധിപ്പിക്കുമോ? ഇല്ലല്ലോ.
അപ്പോൾ അത്തരം സമയത്ത് സ്വാഭാവികമായിട്ടും സി അവിടെ നിന്ന് വിരമിക്കും അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും പാർട്ട്ണർക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ള റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എപ്പോഴൊക്കെയാണ് റിട്ടയർമെൻറ്റ് നടക്കുക എന്ന് ക്ലിയർ ആയല്ലോ? ഓൾഡ് ഏജ്, ഇൽനെസ്, ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്, 3 സാഹചര്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ റിട്ടയർമെൻറ്റ് നടക്കാറുള്ളത്. അപ്പോൾ എന്താണ് റിട്ടയർമെൻറ്റ്? പരീക്ഷയ്ക്ക് ഒരിക്കലും റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഡെഫിനിഷൻ ചോദിക്കാറില്ല. പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി മാത്രം അതിൻ്റെ ഒരു മീനിങ് മാത്രം ഇവിടെ പറയുകയാണ്. എന്താണ് റിട്ടയർമെൻറ്റ്? എ പാർട്ട്ണർ വിഡ്രോവൽ. ഒരു പാർട്ട്ണറുടെ പിൻവലിയലാണ് ഫ്രം ദി ബിസിനസ്സിൽ നിന്നും വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, മറ്റു എല്ലാ പാർട്ട്ണർമാരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് ഒരു പാർട്ട്ണറുടെ വിഡ്രോ ചെയ്യലാണ് അല്ലെങ്കിൽ പിൻവലിയലാണ്. ഓർ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, എല്ലാ പാർട്ട്ണർമാരുടെയും സമ്മതം വാങ്ങിക്കൊണ്ടുള്ള പിൻവലിയലാണ്. ഓർ അല്ലെങ്കിൽ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് പാർട്ട്ണർമാർ തമ്മിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഡീഡ് ഉണ്ടാകും. ആ ഡീഡിൽ ചിലപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ടാകാം സി എന്ന് പറയുന്ന പാർട്ട്ണർ 5 വർഷമേ ഈ ബിസിനസ്സിൽ ഉണ്ടാവുകയുള്ളൂ, 5 വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സി ബിസിനസ്സിൽ നിന്നും പിരിഞ്ഞു പോകാവുന്നതാണ് എന്ന് എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യവസ്ഥ പ്രകാരം ഓട്ടോമാറ്റിക്കായിട്ട് സി പിരിഞ്ഞു പോയിരിക്കും. അപ്പോൾ 2 സാഹചര്യങ്ങൾ: ഒന്ന്, എല്ലാ പാർട്ട്ണറുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ ഡീഡിൽ പറയും പ്രകാരം പിരിഞ്ഞു പോകാം. ഓർ ബൈ ഗിവിങ് നോട്ടീസ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് തയ്യാറാക്കാം. ഫോർ റിട്ടയർമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാണിച്ചുകൊണ്ട് ടു അതർ പാർട്ട്നേഴ്സ്, മറ്റു പാർട്ട്ണർമാർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് റിട്ടയർ ചെയ്യാൻ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് പിരിഞ്ഞു പോകാൻ. ഡ്യൂ ടു ഓൾഡ് ഏജ്, ഇൽനെസ്, ചേഞ്ചിങ് ബിസിനസ് ഇൻട്രസ്റ്റ്, സച്ച് വിഡ്രോവൽ ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ പ്രായാധിക്യം മൂലമോ അനാരോഗ്യം മൂലമോ ബിസിനസ്സിൽ വന്ന താല്പര്യം ചേഞ്ച് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്ണർമാരുടെ സമ്മതം വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഡീഡിൽ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിക്കൊണ്ടോ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് എ വിഡ്രോവൽ ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. ഇത്തരത്തിലുള്ള വിടവാങ്ങലിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് പേര് വിളിക്കപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് റിട്ടയർമെൻറ്റ് കൃത്യമായി മനസ്സിലാക്കി വെക്കാം. ഒന്നുകൂടെ: പ്രായാധിക്യം മൂലം, അനാരോഗ്യം മൂലം ബിസിനസ്സിൽ വന്ന താല്പര്യം മാറിയത് കാരണം ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്ണർമാരുടെ സമ്മതപ്രകാരം ബിസിനസ്സിൽ നിന്ന് പിൻവലിയ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ മറ്റു പാർട്ട്ണർമാർക്ക് രേഖാമൂലം നോട്ടീസ് നൽകിക്കൊണ്ടോ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് പിൻവലിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സച്ച് വിഡ്രോവൽ, അത്തരത്തിലുള്ള ഒഴിഞ്ഞു പോക്കിനെയാണ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ എന്ന് പേര് വിളിക്കുക. അപ്പോൾ എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മളെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് എന്താ എന്നല്ല പഠിക്കേണ്ടത്. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള ഹെഡിങ്ങിലേക്ക് കടക്കുകയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് കണക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നോക്കുക. ഒന്ന്, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ എയും ബിയും സിയും 1:1:1 എന്ന റേഷ്യോ പ്രകാരം ഷെയർ ചെയ്യാണ്. ഇന്ന് എ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി പഴയ റേഷ്യോ ഉണ്ടാകുമോ? എയും ബിയും സിയും 1:1:1 എന്ന പ്രകാരം റേഷ്യോയിൽ വീതിക്കാൻ തീരുമാനിച്ചു വരുന്ന ആളുകളാണ്. ഇതിൽ നിന്ന് എ പിൻവലിയാൻ തീരുമാനിച്ചു. പിന്നെ റേഷ്യോയുടെ എയുടെ സ്ഥാനത്ത് വല്ലതും കാണോ? ഇല്ലല്ലോ. ബിയും സിയും തമ്മിലുള്ള ഒരു പുതിയ റേഷ്യോയിലേ ഉണ്ടാവുക. അപ്പോൾ റിട്ടയർമെൻറ്റ് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. റിട്ടയർമെൻറ്റ് നടന്നാൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? റിട്ടയർമെൻറ്റിലെ ഒന്നാമത്തെ കാൽക്കുലേഷനാണ് നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. മറ്റൊന്നാണ് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ എ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫണ്ട് എക്ക് കിട്ടിയിരുന്നതൊക്കെ, ഫണ്ട് ലാഭം ഉണ്ടായാൽ എക്കും ബിക്കും സിക്കും കൊടുക്കണം. എ പോയാൽ എക്ക് ഇനി കൊടുക്കണ്ടല്ലോ.
അപ്പോൾ എക്ക് കൊടുത്തത് ആരെടുക്കും? ബിയും സിയും എടുക്കും. അപ്പോൾ ബിക്കും സിക്കും ഒരാൾ പോയി കഴിഞ്ഞാൽ എന്താണ്? ഗെയിനിങ് ആണ് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ കാൽക്കുലേഷനാണ് ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ ഗെയിനിങ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ബിസിനസ്സിനും ഒരു ഗുഡ്വിൽ എയും ബിയും സിയും നടത്തുന്ന ബിസിനസ്സിനും ഒരു ഗുഡ്വിൽ ഉണ്ടായിരിക്കും. ആ ഗുഡ്വിൽ ഉണ്ടായത് എയും ബിയും സിയും ഒരുമിച്ച് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ ബിസിനസ്സിൽ നിന്നും എ റിട്ടയർ ചെയ്ത് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്ക് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാധനമാണല്ലോ ഗുഡ്വിൽ, ആ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് അല്ലേ? ആ സൽപ്പേര് എന്ന് പറയുന്ന അസറ്റിൽ എക്ക് അവകാശം ഉണ്ടായിരിക്കും. ഈ അവകാശം എക്ക് ബിയും സിയും കൊടുത്തു വീട്ടണം. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കും. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗുഡ്വിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്നുള്ളത് പഠിക്കണം. അതായത് പിരിഞ്ഞു പോകുന്ന ആൾക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? അയാളുടെ കോമ്പൻസേഷൻ കൊടുത്തു വീട്ടണം. ഈ കോമ്പൻസേഷനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റിൽ ഗുഡ്വിൽ എന്ന് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് 3 കാൽക്കുലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിക്കണം, ഗെയിനിങ് റേഷ്യോ കാണണം, ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിക്കണം. അതേപോലെ തന്നെ എയും ബിയും നടത്തുന്ന ബിസിനസ്സിൽ എ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ അവകാശം ബിക്കും സിക്കും ഉള്ളതാണ്. അതേപോലെ തന്നെ എ പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ അവകാശം മൊത്തം എക്ക് കൊടുത്തു വിട്ടണം. അപ്പോൾ എ പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വസ്തുക്കളുടെ എല്ലാം തന്നെ ഒരു മൂല്യനിർണ്ണയം എടുക്കണം. അങ്ങനെ മൂല്യനിർണ്ണയം എടുത്താലാണ് അതിൽ എക്ക് എത്ര ഷെയർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് എ എടുത്ത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് മൊത്തം വസ്തുക്കളുടെ വിലനിർണ്ണയം നടത്തിക്കൊണ്ട് എയുടെ അവകാശം കൊടുത്തു വീട്ടണമെങ്കിൽ നമ്മളവിടെ റീവാലുവേഷൻ നടത്തണം. മുന്നേ പഠിച്ച പോലെ തന്നെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ന്യൂ റേഷ്യോ കാണാം, ഗെയിനിങ് റേഷ്യോ കാണണം, ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അസറ്റും ലയബിലിറ്റി റീവാലുവേഷൻ ചെയ്യണം. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. പിരിഞ്ഞു പോകലും ഡെത്ത് സംഭവിക്കലും ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാകാം. ചിലപ്പോൾ പെട്ടെന്നാണ് ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ ഡെത്ത് സംഭവിച്ചു പോകുന്ന ആളുടെ അവകാശികളുണ്ടാകും. ഇപ്പോൾ എക്ക് ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എ റിട്ടയർ ചെയ്തു. അത് പെട്ടെന്നാണ്, അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു, അദ്ദേഹം പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്നു, അദ്ദേഹം മരണപ്പെട്ടു. അതിന് മരണവും റിട്ടയർമെൻറ്റും സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം വരെ കാത്തു നിൽക്കുമോ? ഇല്ലല്ലോ, അതെപ്പോഴും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ അവകാശികൾക്ക് അല്ലെങ്കിൽ അവർക്ക് തന്നെ കൊടുത്തു വീട്ടേണ്ട കാര്യങ്ങളുണ്ടാകും. ഓരോ വർഷവും ലാഭം ഉണ്ടാകും. ലാഭത്തിൻ്റെ വിഹിതം അദ്ദേഹം അവിടെ എത്ര കാലം ഉണ്ടായിട്ടുണ്ടോ അത്രയും ദിവസത്തേക്ക് ആ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച പാർട്ണർക്ക് ലാഭവിഹിതം കൊടുക്കണം. അപ്പോൾ റിട്ടയർ ചെയ്ത ദിവസം അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച ദിവസം വരെയുള്ള അക്കാദമിക് ഇയറിൽ, ഇപ്പോൾ ഒരു ബിസിനസ് ജനുവരിയിൽ ആരംഭിച്ചു, അങ്ങനെ പോയിട്ട് ഒക്ടോബർ 5-ാം തീയതി ആയപ്പോൾ ഒരു പാർട്ട്ണർ പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ജനുവരി 1 മുതൽ ഒക്ടോബർ 4 വരെ 5-ാം തീയതി റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ 4-ാം തീയതി തൊട്ടടുത്ത ദിവസം വരെയാണല്ലോ അദ്ദേഹം ബിസിനസ്സിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനുവരി 1 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ലാഭം അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ ആ ദിവസം വരെയുള്ള ആ ഒരു കാലയളവിലെ ലാഭം റിട്ടയർമെൻറ്റിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിൻ്റെ ഏകദേശം 5 കേസുകളാണ് പഠിച്ചത്. ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ, ഗെയിനിങ് റേഷ്യോ, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ വരെയുള്ള അപ് ടു റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് വരെയുള്ള ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. എന്താണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മാസം 5-ാം തീയതി ചിലപ്പോൾ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തു. അന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു വീട്ടേണ്ടി വരും. ചിലപ്പോൾ ആ ദിവസം റിട്ടയർ ചെയ്യുന്ന ആ ദിവസം അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ ബിസിനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ കൊടുക്കാനുള്ള എമൗണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് ആ അക്കൗണ്ടിൽ കാണിക്കും. അതാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്താൽ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് കാണിക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അത് എപ്പോഴാണോ കൊടുത്ത് തീർക്കുന്നത് അതോടുകൂടി ആ ലോൺ അക്കൗണ്ട് ക്ലോസ് ആവും. എന്നാണോ റിട്ടയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ ഡെത്ത് സംഭവിക്കുന്നത് അന്ന് ദിവസം വരെയുള്ള കൊടുക്കാനുള്ള അവകാശങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ട് എന്നാണോ കൊടുക്കുന്നത് അതുവരെ തൽക്കാലം ഒരു അക്കൗണ്ടിൽ കാണിക്കും. ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ലോൺ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിക്കണം. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങളിലൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത പുതിയ ഒന്നാണ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കുക. അതിന് കേട്ട് പ്രയാസപ്പെടേണ്ട, സാധാരണഗതിയിൽ ഒരു അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് വിശദമായി പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും അവസാനം സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഡെത്ത് സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവുക. ആ അക്കൗണ്ടിലുള്ള എമൗണ്ട് കൃത്യമായി അദ്ദേഹത്തിന് കൊടുത്ത് വീട്ടിയിരിക്കണം. ക്ലിയറായല്ലോ? റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള പൈസ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രത്തോളം ഹെഡിങ്ങുകളാണ് ഒരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തെല്ലാം പറഞ്ഞു? എന്താണ് റിട്ടയർമെൻറ്റ്, റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് റിട്ടയർമെൻറ്റ്? നിങ്ങൾ പറഞ്ഞുവല്ലോ, ഓൾഡ് ഏജ്, പ്രായാധിക്യം, അനാരോഗ്യം, ബിസിനസ്സിൽ വന്ന താല്പര്യം വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്ണർമാരുടെ സമ്മതപ്രകാരമോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ച വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ മറ്റു പാർട്ട്ണർമാർക്ക് നോട്ടീസ് നൽകിക്കൊണ്ടോ ബിസിനസ്സിൽ നിന്നും വിടവാങ്ങുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിടവാങ്ങലുകളെ അല്ലെങ്കിൽ വിഡ്രോവലുകളെ നമ്മൾ വിളിക്കപ്പെടുന്ന പേരാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നമ്മൾ പഠിക്കണം? ന്യൂ റേഷ്യോ കാണാൻ പഠിക്കണം, ഗെയിൻ റേഷ്യോ കാണണം, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിക്കണം, അസറ്റുകളും ലയബിലിറ്റികളും റീവാലുവേഷൻ ചെയ്യുന്നത് പഠിക്കണം, ലാഭനഷ്ടങ്ങൾ റിട്ടയർമെൻറ്റിന് ഡെത്ത് വരെയുള്ള ഡേറ്റിലെ ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ പഠിക്കണം, പാർട്ട്ണർമാരുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിക്കണം, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് പഠിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതത്രയാണ് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. നമ്മളിന്ന് ഇതിൽ ചെറിയൊരു ഭാഗം മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ ഒന്നാമത്തെ കേസ് കാൽക്കുലേഷൻ, ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷൻ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യം ന്യൂ റേഷ്യോ ആണ്, തൊട്ടടുത്ത് ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷൻ രണ്ടാമതാണ്. നമ്മൾ നമ്മുടെ സൗകര്യപൂർവ്വം കുറച്ച് എളുപ്പത്തിൽ വേണ്ടിയാണ് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, രണ്ട് ഹെഡിങ്ങുകൾ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിൻ റേഷ്യോ. ഇതിൽ ന്യൂ റേഷ്യോ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്, ഗെയിൻ റേഷ്യോയും മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്, നോക്കാമല്ലോ. വീഡിയോ ആണല്ലോ. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:1. എയും ബിയും സിയും ലാഭനഷ്ടങ്ങൾ 5:3:1 എന്ന അനുപാതത്തിൽ ഷെയർ ചെയ്യുകയാണ്. എ, ബി, സി ആണ് പാർട്ട്ണർമാർ. അവരുടെ ഓൾഡ് റേഷ്യോ തന്നാണ് 5:3:1 ആണ്. എ റിട്ടയർ ഫ്രം ദി ഫേം and B and C agreed to continue business sharing profit in their old ratio. A ബിസിനസ് നിന്ന് റിട്ടയർ ചെയ്തു, ബിയും സിയും റിട്ടയർ ചെയ്തു, ബാക്കി ബിയും സിയും ഉണ്ടല്ലോ. ബിയും സിയും എഗ്രീഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ്, ആ ബിസിനസ് തുടരാൻ തീരുമാനിച്ചു. ഷെയറിംഗ് പ്രോഫിറ്റ്സ്, ലാഭം വീതിച്ചുകൊണ്ട്, ഇൻ ദെയർ ഓൾഡ് റേഷ്യോ, ലാഭം ഓൾഡ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ തന്നെ ലാഭം വീതിച്ചുകൊണ്ട് പ്രോഫിറ്റ് ബിയും സിയും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളോട് പറയുന്ന കാൽക്കുലേറ്റ് ഗെയിൻ റേഷ്യോ, ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിൻ റേഷ്യോ. ഒരിക്കലും നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാതെ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിൻ റേഷ്യോ. എന്നിട്ട് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ആദ്യം
ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3. ഓൾഡ് റേഷ്യോ 5:3. അത് മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നോക്കാം ന്യൂ റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓൾഡ് റേഷ്യോയിൽ എ ആണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ എയുടെ ഷെയർ 5 ആണ്. ആ 5 കൊണ്ട് ഒഴിവാക്കാം. ബാക്കി ബിയും സിയും ഷെയർ ചെയ്യും ഭാവിയിൽ 3:1. അപ്പോൾ ഓൾഡ് റേഷ്യോ മാത്രമാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ ആരാണോ റിട്ടയർ ചെയ്തത് അയാളുടെ ഷെയർ ആയിട്ട് മാറ്റി നിർത്തി ബാക്കി എടുത്തെഴുതാം. അതായിരിക്കും ന്യൂ റേഷ്യോ. വളരെ സിമ്പിളാണ്. ഇവിടെ ഓൾഡ് റേഷ്യോ 5:3:1 തന്നിട്ടുണ്ട്. വേറെ ഒരു ഡീറ്റെയിൽസും ക്വസ്റ്റ്യനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റിട്ടയർ ചെയ്തത് ആളുടെ എമൗണ്ട് ആയിട്ട് ഒഴിവാക്കാം. ബാക്കിയുള്ളത് ന്യൂ റേഷ്യോ ആയിരിക്കും. അപ്പോൾ 3:1 ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ തന്നു, ന്യൂ റേഷ്യോ നമ്മൾ കണ്ടെത്തി. ഇനി ഗെയിൻ റേഷ്യോ ആണല്ലോ കാണേണ്ടത്. ഇക്വേഷൻ ഏതാണ്? ഗെയിൻ റേഷ്യോ സമം ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ എ പോയി ബാക്കി ബിയും സിയും എല്ലാം ഉണ്ടാവും. ബിയുടെ ഗെയിനിങ്ങും സിയുടെ ഗെയിനിങ്ങും ആണ് കാണുന്നത്. ബീസ് ഗെയിനിങ് റേഷ്യോ സമം ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 3/, ന്യൂ റേഷ്യോ 3/4 മൈനസ് ബിയുടെ ഓൾഡ് റേഷ്യോ 3/9. 3/4 മൈനസ് 3/9. 4ഉം 9ഉം ആണ് താഴെയുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 3 ആണല്ലോ, ക്രോസ് ആയിട്ട് ഗുണിക്കും. 3 × 9 മൈനസ് 3 × 4. 3 × 4 ഡിവൈഡഡ് ബൈ താഴെ 4ഉം 9 ആണ്. ഗുണിക്കുക. 4 × 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 9 27. 3 × 4 12. 4 × 9 36. 27 12 കുറച്ച് ബാക്കി 15. താഴെ 36. 15/36. പോലെ സിയുടെ ഗെയിനിങ് കാണാം. സിയുടെ ന്യൂ റേഷ്യോ 1/4 ആണ്. മൈനസ് സിയുടെ ഓൾഡ് റേഷ്യോ 1/9 ആണ്. 1/4 മൈനസ് 1/9. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × 9. 1 ആണല്ലോ തുടക്കം. അങ്ങനെ ഗുണിക്കുമ്പോൾ 1 × 9 മൈനസ് 1 × 4 ഡിവൈഡഡ് ബൈ 4 × 9 ഡിവൈഡഡ് ബൈ 4 × 9. 1 × 9 9. 4 × 1 4. 4 × 6 4 × 9 36. 9 4 കുറച്ചാൽ 5 ഡിവൈഡഡ് ബൈ 36. ഇവിടെ ഈ 36ഉം ഈ 36ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി 15:5. ഗെയിൻ റേഷ്യോ 15:5. ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3:15. 3 പ്രാവശ്യം, 5 ഒരു പ്രാവശ്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ന്യൂ റേഷ്യോയുടെയും ഗെയിൻ റേഷ്യോയുടെയും കാൽക്കുലേഷനാണ് നമ്മൾ പഠിച്ചത്. ഗെയിൻ റേഷ്യോ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷേ ന്യൂ റേഷ്യോയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ്. ഓൾഡ് റേഷ്യോ മാത്രം തന്നാൽ നമ്മൾ റിട്ടയർ ചെയ്ത ആളുടെ ഒഴിവാക്കുക, ബാക്കി എഴുതുക. അപ്പോൾ ബി ആണ് റിട്ടയർ ചെയ്തതെങ്കിലോ ബീൻ്റെ ഒഴിവാക്കും. അപ്പോൾ ന്യൂ റേഷ്യോ 5:1 എന്നായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എ റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെത് ഒഴിവാക്കിയപ്പോൾ ബാക്കി 3:1 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. XY and Z are partners sharing profits and loss in the ratio 4:3:2. എക്സും വൈയും സെറ്റും 4:3:2 അനുപാതത്തിലാണ് പ്രോഫിറ്റ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുത്തു കാൽക്കുലേഷൻ ന്യൂ റേഷ്യോ ആൻഡ് ഗെയിൻ റേഷ്യോ. ഇത് തന്നിട്ടുള്ളത് നമുക്ക് എഴുതാം. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 4:3:2. ഓൾഡ് റേഷ്യോ 4:3:2. Y retire from the firm and his share of profit is acquired by X and Z in the ratio of 1:2. Y retire ചെയ്തു and his share, അദ്ദേഹത്തിൻ്റെ ഷെയർ, ആരുടെ? വൈയുടെ ഷെയർ of profit is acquired by X and Z. എടുക്കുന്നുണ്ട്, acquired എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വീതിക്കുന്നുണ്ട് ബൈ എക്സ് ആൻഡ് സെഡ്. എക്സും സെഡും ഇൻ ദി റേഷ്യോ 1:2. വൈ പോയപ്പോൾ വൈയുടെ ഷെയർ എക്സും സെഡും 1:2 പ്രകാരമാണ് വീതിക്കുന്നത്. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ഇനി വൈയുടെ ഷെയർ വീതിക്കുന്നത് വൈസ് ഷെയർ ഈസ് ഷെയർഡ്. വൈയുടെ ഷെയർ ഷെയർഡ് വീതിക്കുന്നുണ്ട് ബൈ എക്സ് ആൻഡ് സെഡ്. ആര്? എക്സും സെഡും. എന്ത് റേഷ്യോയിൽ? 1:2. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓൾഡ് റേഷ്യോ 4:3:2. വൈൻ്റെ ഷെയർ എക്സും സെഡും വീതിക്കുന്നത് 1:2 പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂ റേഷ്യോ കാണണം. ന്യൂ റേഷ്യോ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം എക്സിൻ്റെ ന്യൂ റേഷ്യോ കാണാം. എക്സ് ന്യൂ റേഷ്യോ അല്ലെങ്കിൽ എക്സ് ന്യൂ ഷെയർ സമം
എക്സിൻ്റെ പഴയത് അതേപടി എക്സിന് കിട്ടുന്നുണ്ടാവുമല്ലോ. ഒരാൾ പോവുകയല്ല ചെയ്തത്. ഒരാൾ പോകുമ്പോൾ നിലവിലുള്ള ആളുടെ ഷെയർ എടുത്തുകൊണ്ട് പോവില്ലല്ലോ. നിലവിലുള്ള ആൾക്ക് എന്താണോ കിട്ടിയത് അത് കിട്ടുന്നുണ്ടാകും. അപ്പോൾ എക്സിൻ്റെ പഴയ ഷെയർ 4 ഡിവൈഡഡ് ബൈ 9 4/9 പ്ലസ് 4/9 പ്ലസ് വൈ പോയപ്പോൾ വൈയുടെ ഷെയർ എക്സും സെഡും കൂടി വീതിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത് എക്സിൻ്റെ പഴയതും പ്ലസ് വൈയുടെ ഷെയറിൻ്റെ വീതം കിട്ടുന്നതുമായിരിക്കും എക്സിൻ്റെ പുതിയ ഷെയർ. അപ്പോൾ വൈയുടെ പഴയ ഷെയർ 4/9 പ്ലസ് വൈയുടെ ഷെയറിൻ്റെ ഭാഗം, വൈയുടെ ഷെയർ എത്രയാണ്? ഇപ്പോൾ 3/9. 3/9 ഫുള്ളായിട്ട് എക്സിന് കിട്ടുന്നില്ല. എക്സും വൈ സെഡും കൂടി അത് വീതിക്കുന്ന 1:2 പ്രകാരമാണ്. അപ്പോൾ ഈ വൈയുടെ ഷെയറായ 3/9 വീതിക്കാണ് ഇൻറ്റു ഇതിൽ എക്സിനുള്ളത് 1/3 ആണ്. 1:2 എന്ന് പറഞ്ഞാൽ 1 ടോട്ടൽ 3 അല്ലേ, 1/3. അപ്പോൾ ഇതാണ് എക്സിൻ്റെ പുതിയ ഷെയറിൻ്റെ കാൽക്കുലേഷൻ. പഴയത് 4/9 പ്ലസ് വൈയുടെ ഷെയർ 3/9 ആണ് ഇൻറ്റു അതിൻ്റെ 1/3 ഭാഗമാണ് എക്സിനുണ്ടാവുക ഇൻറ്റു 1/3. ഈ 4/9 അതേപോലെ എഴുതി പ്ലസ് ഗുണിക്കാനാണല്ലോ പറയുന്നത്, നേരെ ഗുണിക്കാം. 3 × 1 3, 9 × 3 27. അപ്പോൾ 4/9 പ്ലസ് 3/27. ഇനി നമ്മൾ നോക്കുക, താഴെ 9 ഉം 27 ആണ്. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് 27. അപ്പോൾ കോമൺ ആയിട്ട് 27 എഴുതി. മുകളിൽ 4 ഉണ്ടല്ലോ, ആ 4 അതേപടി എഴുതി. 4ൻ്റെ താഴെയുള്ള 9 നമ്മൾ 27 എന്നാണ് എഴുതിയിട്ടുള്ളത്. 9 27 ആവില്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. ആ 3 കൊണ്ട് മേലെ ഗുണിക്കുകയാണ്. 4 × 3 പ്ലസ് ഈ 3 അതേപോലെ എഴുതി. അപ്പോൾ ഒന്നുകൂടെ 9 27 ആണ് താഴെയുള്ളത്. 9ൻ്റെ ഗുണനമാണ് 27. അപ്പോൾ കോമൺ ആയി 27 എഴുതി. മുകളിൽ 4 ഉണ്ട്. ആ 4ൻ്റെ താഴെയുള്ള 9 നമ്മൾ 27 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 9 27 ആവില്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. ആ 3 കൊണ്ട് നമ്മൾ മുകളിൽ ഗുണിക്കും. 4 × 3 പ്ലസ് 3. 4 × 3 എന്ന് പറയുമ്പോൾ 4 × 3 12 അല്ലേ. 4 × 3 12 പ്ലസ് 3. 4 × 3 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 3 15. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 15. ഒന്നുകൂടെ നോക്കാം. 4 × 3 ആണല്ലോ. 4 × 3 എന്ന് പറയുമ്പോൾ 12. 12 3 15 ഡിവൈഡഡ് ബൈ 27. ഇനി ഇതേപോലെ നമ്മൾ സെഡിൻ്റെ നോക്കും. സെഡിൻ്റെ പഴയതും സെഡിന് വൈയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതുമായിരിക്കും സെഡിൻ്റെ പുതിയ ഷെയർ. അപ്പോൾ സെഡിൻ്റെ ഷെയർ 2/9 ആണ് പ്ലസ് വൈയുടെ ഷെയർ 3/9 ആണല്ലോ. 3/9 ഇൻറ്റു സെഡിന് എത്രയാണ് കിട്ടുക? സെഡിൻ്റെ എക്സും സെഡും വീതിക്കണം എങ്ങനെയാണല്ലോ. അപ്പോൾ 2/3. അപ്പോൾ ഈ 2/9 അതേപടി എഴുതി പ്ലസ് ഗുണിക്കാം. 3 × 2 6, 9 × 3 27. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2/9 പ്ലസ് 6/27 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 9ൻ്റെ ഗുണനമാണ് 27. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 27 എഴുതി. ഈ മുകളിലുള്ള 2 അതേപടി എഴുതി. 9 27 ആക്കിയത് കൊണ്ട് നമ്മൾ 9 27 ആവില്ല, 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 3 കൊണ്ട് മുകളിൽ ഗുണിക്കുക. 3 പ്ലസ് 6. അപ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ 6. 6 6 12/27. 12/27. ഇനി നമുക്ക് 15/27 12/27 ആണ് കിട്ടിയത്. 27 27 കട്ട് ചെയ്ത് പോയി. ബാക്കി 15:12. 15:12 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ൽ 3 5 പ്രാവശ്യം, 12 ൽ 3 പ്രാവശ്യം, 4 പ്രാവശ്യം. അപ്പോൾ ന്യൂ റേഷ്യോ 5:4 എന്ന് കിട്ടി. 5:4 എന്നാണ് ന്യൂ റേഷ്യോ കിട്ടിയത്. ഇനി
അപ്പോൾ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയാലും ഒന്നുകൂടെ. ഓൾഡ് റേഷ്യോ 4:3 തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതി. റിട്ടയർ ചെയ്ത വൈയുടെ ഷെയർ എക്സും സെറ്റും വീതിക്കുന്നത് 1:2 പ്രകാരമാണ്. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂ റേഷ്യോ കാണാൻ എക്സിൻ്റെ ന്യൂ റേഷ്യോ, എക്സിൻ്റെ പഴയതും പ്ലസ് വൈയുടെ ഷെയറിൻ്റെ 1/3 ഭാഗവും അത് കാൽക്കുലേഷൻ ചെയ്തു. 15/27 കിട്ടി. സെഡിൻ്റെ പഴയത് 2/9 പ്ലസ് വൈയുടെ ഷെയറിൻ്റെ 2/3 ഭാഗവും അത് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 12/27 കിട്ടി. 27 ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് പോയി. ബാക്കി 15:12. ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5:4 എന്ന് ന്യൂ റേഷ്യോ കിട്ടി. ഇനി നമ്മൾ ഗെയിൻ റേഷ്യോ കാണണം. ഗെയിൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഷെയർ നിലവിലുള്ള ആളുകൾക്ക് കിട്ടുന്ന അനുപാതത്തെയാണ് ഗെയിൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതിലെ തന്നിട്ടുള്ളത് വൈ റിട്ടയർ ചെയ്തപ്പോൾ വൈൻ്റെ ഷെയർ എക്സിനും സെഡിനും ലഭിക്കുന്നത് ഏത് റേഷ്യോ പ്രകാരമാണ്? 1:2 പ്രകാരമാണ്. ആ റേഷ്യോനെയാണ് ഗെയിൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി സെപ്പറേറ്റ് നേരത്തെ ചെയ്ത പോലെ ഗെയിൻ റേഷ്യോ കാണാൻ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നിട്ടുണ്ട്, 1:2 എന്ന് തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിൽ ഓൾഡ് റേഷ്യോ തന്നിരുന്നു, അത് ഉപയോഗിച്ചിട്ട് വേറെ ഒന്നും പറയാത്തത് കൊണ്ട് അതിൽ തന്നെ നമ്മൾ ന്യൂ റേഷ്യോ എഴുതി. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ വെച്ചുകൊണ്ട് നമ്മൾ ഗെയിൻ റേഷ്യോ കണ്ടുപിടിച്ചു. ഇവിടെ ഓൾഡ് റേഷ്യോയും റിട്ടയർ ചെയ്ത ആളുടെ ഷെയർ മറ്റു ആളുകൾ എങ്ങനെ വീതിക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. വീതിക്കുന്ന അനുപാതം, റിട്ടയർ ചെയ്ത ആളുടേത് മറ്റു പാർട്ട്ണർമാർ വീതിക്കുന്ന അനുപാതം തന്നിട്ടുണ്ട്, അതിനെയാണ് ഗെയിൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. കൊണ്ട് തന്നെ നമ്മൾ ഗെയിൻ റേഷ്യോ എടുത്ത് എഴുതുകയും ചെയ്തു. ഇപ്പോൾ 2 എക്സാമ്പിളുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. മറ്റൊരു എക്സാമ്പിൾ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അവസാനത്തെ എക്സാമ്പിളാണ്. നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ലാലു, ലീന ആൻഡ് ലുലു. 3 പാർട്ട്നേഴ്സാണ് ലാലുവും ലീനയും ലുലുവും. പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:4:2. ഇവർ ലാഭം വീതിക്കുന്നത് 5:4:2 അനുപാതത്തിൽ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഓൾഡ് റേഷ്യോ 5:4:2. ലുലു റിട്ടയർ ഫ്രം ദി ഫേം ആൻഡ് ലാലു ആൻഡ് ലീന. മൂന്നാമത്തെ പാർട്ട്ണറായിട്ടുള്ള ലുലു ആണ് റിട്ടയർ ചെയ്തത്. ലുലു റിട്ടയർ ചെയ്തപ്പോൾ ആദ്യത്തെ 2 പാർട്ട്ണർമാരായിട്ടുള്ള ലാലുവും ലീനയും എഗ്രി ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 4:3. ഫ്യൂച്ചറിൽ ലാഭം 4:3 എന്ന അനുപാതത്തിൽ വീതിക്കാൻ. ലുലു റിട്ടയർ ചെയ്തപ്പോൾ ലുലുവിൻ്റെ ഷെയർ ലാലും ലീനയും 4:3 പ്രകാരം വീതിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ലുലു റിട്ടയർ ചെയ്തു ഫ്രം ദി ഫേം, ബിസിനസ് എന്നും. ആൻഡ് ലാലു ആൻഡ് ലീന എഗ്രി ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഭാവിയിലെ ലാഭം ആണ് പറയുന്നത് 4:3. ആ ലാഭത്തിൻ്റെ ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? വ്യത്യസ്ത എക്സാമ്പിളുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൻ്റെ ആവശ്യകത മനസ്സിലായി. ഓൾഡ് റേഷ്യോ മാത്രം തന്നപ്പോൾ അതിൽ നിന്ന് നമ്മൾ ന്യൂ റേഷ്യോ ഉണ്ടാക്കി എഴുതി. ഇവിടെ ഓൾഡ് റേഷ്യോയും ഫർദർ ഡീറ്റെയിൽസ് തന്നപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. എന്നാൽ ഇവിടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഒരുമിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് എന്ത് കാണണം? ഗെയിൻ റേഷ്യോ കാണാം. ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ന്യൂ ആൻഡ് ഗെയിൻ റേഷ്യോ. ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷനുമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് എഴുതി, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് അതും എഴുതി. നമ്മൾ ഗെയിൻ റേഷ്യോ കാണാണ്. ഇക്വേഷൻ ന്യൂ മൈനസ് ഓൾഡ്. ആദ്യം ലാലുവിൻ്റെ ഗെയിനിങ് കാണാണ്. ലാലൂസ് ഗെയിനിങ് സമം ന്യൂ മൈനസ് ഓൾഡ് ആണല്ലോ. അപ്പോൾ ലാലുവിൻ്റെ ന്യൂ 4/7 മൈനസ് ഓൾഡ് 5 ആണ്. ടോട്ടൽ 5, 4, 9, 9, 2, 11. അപ്പോൾ 5/11. ഒന്നുകൂടെ ലാലുവിൻ്റെ ഗെയിനിങ് ആണ് കാണുന്നത്. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്നാണ് ഇക്വേഷൻ. ലാലുവിൻ്റെ ന്യൂ റേഷ്യോ 4/7, ഓൾഡ് റേഷ്യോ 5/11. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. താഴെ 7ഉം 11. അപ്പോൾ താഴെ 7 × 11 ഇങ്ങനെ ഗുണിക്കാം. 4 × 11 മൈനസ് ആദ്യം താഴെയുള്ളത് ഗുണിക്കാണല്ലോ ചെയ്യുക. 7 × 11 ഇങ്ങനെ ഗുണിക്കുമ്പോൾ 4 × 11 മൈനസ് 5 × 7
മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 11 44, 5 × 7 35, ഇടയിൽ ചിഹ്നം മൈനസാണ്. 7 × 11 77, 44 35 പോയ ബാക്കി 9 ഡിവൈഡഡ് ബൈ 77. ഇതേപോലെ ലീനയുടെ ഷെയർ. ലീനയുടെ പുതിയത് 3/7 ആണ്, പഴയത് 4/11 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 3/7 - 4/11. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ താഴെ ഇവിടെ 7ഉം 11. 7 × 11 ഇങ്ങനെ ഗുണിക്കുമ്പോൾ 3 × 11 - 4 × 7. 3 × 11 33, 4 × 7 28 ബൈ 77. 33 28 പോയ 5 ഡിവൈഡഡ് ബൈ 77. ഈ 77ഉം 77ഉം ഡിവൈഡ് ചെയ്ത് പോയി, കട്ട് ചെയ്ത് പോയി. ബാക്കി 9:5. ലീനിയർ റേഷ്യോ 9:5. അപ്പോൾ ഒന്നാമത്തെ റിട്ടയർമെൻറ്റിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ ആദ്യത്തെ 2 ഹെഡിങ്ങുകളാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വളരെ വിശദമായിട്ട് തന്നെ 3 എക്സാമ്പിൾ സഹിതം നിങ്ങളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഓൾഡ് റേഷ്യോ മാത്രം തരുന്ന രീതിയാണ് പഠിച്ചത്. ഇവിടെ ഓൾഡ് റേഷ്യോയും റിട്ടയർ ചെയ്ത ആളുടെ ഷെയർ എങ്ങനെ വീതിക്കുന്നുണ്ട് എന്നും കൂടി പറഞ്ഞു. ഇവിടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഒരുമിച്ച് തന്നാൽ എന്ത് ചെയ്യുമെന്നും പഠിച്ചു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? എന്താണ് റിട്ടയർമെൻറ്റ്? പ്രായാധിക്യം, അനാരോഗ്യം, ബിസിനസ്സിലെ താല്പര്യം മാറിയത് കാരണം, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്ണർമാരുടെ സമ്മതപ്രകാരമോ അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ മറ്റു പാർട്ട്ണർമാർക്ക് റിട്ടയർമെൻറ്റ് സംബന്ധിച്ച നോട്ടീസ് നൽകിക്കൊണ്ടോ ബിസിനസ്സിൽ നിന്നും ഒഴിവായി പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിടവാങ്ങലുകളെയാണ് റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എന്തെല്ലാമാണ് പറഞ്ഞത്? ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ, ഗെയിനി റേഷ്യോ, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അസറ്റും ലയബിലിറ്റിയുടെ റിവാലുവേഷൻ, റിട്ടയർമെൻറ്റ് ഡെത്ത് വരെയുള്ള ലാഭനഷ്ടത്തിൻ്റെ കാൽക്കുലേഷൻ, ലോൺ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനുശേഷം ആദ്യത്തെ 2 ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിച്ചത്. ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിനി റേഷ്യോയുടെ കാൽക്കുലേഷനും പഠിച്ചു. അതിനുവേണ്ടി 3 എക്സാമ്പിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾഡ് റേഷ്യോ മാത്രം തരുന്ന കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഓൾഡ് റേഷ്യോയും റിട്ടയർ ചെയ്ത ആളുടെ ഷെയർ മറ്റു പാർട്ട്ണർമാർ എങ്ങനെ വീതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്ന് പഠിച്ചു. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഒരുമിച്ച് തന്നാൽ എങ്ങനെയാണ് ഗെയിനി റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് 3ാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ നിങ്ങളത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാലും കൃത്യമായ ആൻസറുകൾ ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ശ്രദ്ധയോടുകൂടിയും പഠിക്കുക. എല്ലാവർക്കും വീഡിയോ കണ്ട ഇത്രയും സമയം വീഡിയോയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.